ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കേണൽ സാർ വരുന്നുണ്ട് കേട്ടോ കൺമണിയെ കാണാനായിട്ട്. അങ്ങനെ കേണൽ സാർ കൺമണിയെക്കുറിച്ച് പറയുക കേട്ടോ. കൺമണി, എന്തായി നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം? അവൻ ഫാക്ടറി തുറക്കുന്ന കാര്യം നിന്നോട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ. എന്താ കൺമണിയുടെ അഭിപ്രായം? അവൻ ഫാക്ടറി തുറക്കോ ഇല്ലയോ? തീർച്ചയായും തുറക്കും സർ എന്ന് പറയുമ്പോൾ കേണൽ പറയുന്നത് അത് ഒരിക്കലും തുറക്കില്ല എന്നും പറയുന്നുണ്ട്. കൃഷ്ണനെ കൊണ്ട് സാധിക്കില്ല. അതെന്താ സർ? കൺമണി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണനെ കൊണ്ട് അത് സാധിക്കുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ. കൺമണിയെക്കുറിച്ച് ദേവിജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്നും പറഞ്ഞു. കൺമണി നല്ല കുട്ടിയാണ്. പിന്നെ കൺമണി അന്ന് ആ ഒരു സമരക്കാരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ മധുവിനിലൂടെ ഞാൻ അറിയാനായിട്ട് ഇടവന്നു. എനിക്കിപ്പോൾ കൺമണിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലായി. കൺമണി വളരെ നല്ലൊരു കുട്ടിയാണെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൃഷിനെ തുണയ്ക്ക് നീ തന്നെ വേണം. നീയും കൃഷും നല്ല മാച്ചാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവനോട് ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺമണിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ? അത് സർ, കൺമണി അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ട് എന്തായാലും രണ്ടുപേരും കൂടി തമ്മിൽ ആ ഒരു ഫാക്ടറി തുറന്നു തന്നേ പറ്റുള്ളൂ. കാരണം ഈ കൃഷിൻ്റെ മനസ്സിൽ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് മാറ്റണം. അത് സാറിന് തോന്നുന്നതാണ്. സാർ ഒരു പാവമാണ് ക്രിസ് സാർ എന്ന് കൺമണി പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൺമണി. ചെറുതായിട്ട് അവരുടെ മനസ്സിൽ ചെറിയൊരു ഈഗോ ഉണ്ട്. അത് നശിപ്പിച്ച് കളയണം. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് വേണം കൺമണി ജീവിക്കാനായിട്ട്. അങ്ങനെ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുവഴിയേ ആ ഫാക്ടറി തുറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ്. നിങ്ങൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വേണ്ട കേണൽ സാർ പോന്നു. പിന്നെയും കൺമണിയുടെ അച്ഛനെയും അതുപോലെ നമ്മുടെ ഗോകുലിനെ കേട്ടോ കാണിക്കുന്നത്. അച്ഛച്ച, എന്താ അച്ഛച്ച വരുൺ ചേട്ടൻ ഇവിടുന്ന് നമുക്ക് പറഞ്ഞയച്ചാൽ പോരെ? അപ്പയോട് പറഞ്ഞാൽ അപ്പ എന്തായാലും ഇതിൻ്റെ ഒരു പോംവഴി കാണില്ലേ? ക്രിസ് സാർ ഉണ്ടല്ലോ കൂടെ എന്ന് പറയുന്നു. വേണ്ട മോനെ, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവളൊരു പ്രോജക്റ്റിൻ്റെ വർക്കിനായിട്ട് പോയിട്ടുള്ളവളാണ്. അവളെ ഇനി വിളിച്ച് ഈ കാര്യം കൂടി പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും വരട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ അച്ഛൻ പറയുന്നു. ആ സമയത്ത് വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ അച്ഛ, എന്തൊക്കെയുണ്ട്? പൊന്നു മോള് ഇപ്പോൾ ക്രിസിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ? അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ നിനക്ക് എന്ന് ചോദിക്കുന്നു. അല്ല, അവൾ എന്തായാലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നല്ല രീതിക്കാണ് തിരിച്ചു വരുന്നതെന്ന് എന്താ ഉറപ്പ്? കൃഷിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏറ്റവും നല്ലൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ മോളെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അത് നിൻ്റെ ഔദാര്യമോ അല്ലെങ്കിൽ ഒത്താശയോ വേണ്ട, ആവശ്യമില്ലെന്ന് പറയുന്നു. ഞാൻ പറയേണ്ടത് പറഞ്ഞു. എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എന്താണെന്നറിയില്ല, കൈ നല്ല വേദന എന്ന് പറയുന്നു. മോനെ എൻ്റെ കൈ ഒന്ന് തടവി തരുമോ ചോദിക്കാട്ടോ. ആ ഞാൻ തടവി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഓടിക്കുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും സന്തോഷമാവുന്നുണ്ട്. ഓ, കുടുംബം മൊത്തം കണക്കാണെന്ന് പറഞ്ഞിട്ട് വരുണ് പോന്നു. ആ സമയത്ത് കൺമണിയുടെ അച്ഛനെ ഫോൺ ചെയ്ത് പറയാം കേട്ടോ. അച്ഛാ, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. നിൻ്റെ കൂടെ ക്രിസ് സാർ ഉണ്ടോ മോളെ എന്ന് പറയുമ്പോൾ ഉണ്ട് ഉണ്ട് സാർ അച്ഛാ എന്ന് പറയുന്നു. അപ്പോൾ അച്ഛന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോകുൽ വിളിക്കുന്നുണ്ട്. അപ്പയ്ക്ക് സുഖമാണല്ലോ? എനിക്ക് സുഖമാണ്. നീ നന്നായി പഠിക്കണേ. അപ്പോൾ ഇവിടുത്തെ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ് സാറിനെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും പിണങ്ങരുത്. നല്ല രീതിക്ക് ജീവിക്കണം കേട്ടോ. ആ ശരി മോനെ, അങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നീട് മാനസയെ കാണിക്കുന്നു. മാനസയാണെങ്കിലോ ആൻറ്റിയമ്മയെ കൈക്കലാക്കിയിട്ട് കാര്യമില്ല. കൃഷിൻ്റെ അമ്മ ഇവരാണ്. ഇവരെ കൈക്കലാക്കിയാലാണ് കൃഷിനെ എനിക്ക് കിട്ടുള്ളൂ. അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജുവിനോട് സംസാരിക്കാം കേട്ടോ മാനസ. ആൻറ്റി, ഇന്നലെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. കാരണം എനിക്കത് വിഷമം വന്നിട്ടാണ്. അത് സാരില്ല മോളെ എനിക്കറിയാലോ. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണ് ആൻറ്റി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കൃഷ്ണൻ്റെ മനസ്സിൽ എനിക്കൊരിടമില്ലല്ലോ. അത് കൺമണിക്ക് തന്നെയല്ലേ. ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ എന്ന് പറയുന്നു. എൻ്റെ മോളെ, നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വല്ല കൺമണിക്ക് വിട്ടു തരാനല്ല എൻ്റെ മോൻ. അതുകൊണ്ട് തന്നെ അത് നിനക്കുള്ളതാണ്. നാലാൾക്കാരെ വിളിച്ച് എൻഗേജ്മെൻറ്റൊക്കെ നടത്തിയതിനാ? അതിലും ഗംഭീരമായിട്ട് നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരിക്കലും തന്നെ നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ അവൻ്റെ അമ്മയും അച്ഛനുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കണം. അതിന് വേണ്ടിയിട്ട് മോൾ ക്ഷമിക്ക്. കൺമണി വെറും സ്റ്റാഫാണ്. അവൾ ആ സ്ഥാനത്ത് നിൽക്കേണ്ടവളാണ്. ഇങ്ങോട്ട് ഒരിക്കലും വരില്ല കേട്ടോ മോളെ എന്ന് പറയുന്നു. അങ്ങനെ കാണിച്ച് സന്തോഷമായിട്ടോ. പിന്നെയും കൃഷ്ണനെയും കൺമണിയും കാണിക്കുന്നു.
അപ്പോൾ കൃഷ് വരുമ്പോൾ കൺമണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് എന്താ മാഡം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സർ ഞാനൊരു ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കുക. അയ്യോ ഞാൻ വിഷമിപ്പിച്ചോ, സോറി എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല സാർ, സാർ വന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ എന്തായി ആ ഫാക്ടറിയുടെ കാര്യം? എന്തായാലും ഞാൻ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് കൺമണി. നീ എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്കിപ്പോൾ കുറച്ച് ഊർജ്ജമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതോടുകൂടി തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാറാണ് എൻ്റെ ധൈര്യം, എല്ലാം സാറിന് സാധിക്കും, ഞാനൊപ്പം ഉണ്ടാവുമെന്ന് പറയുകയാണ്. പിന്നെ ആ കേരള സാറിൻ്റെ കാര്യമാണ് ആലോചിക്കുമ്പോഴാണ്, അതൊന്നും സാർ ഇപ്പോൾ ആലോചിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. നമുക്കിവിടെ നിന്ന് അത് നല്ല രീതിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടവരല്ലേ. അതെ, പോയിട്ട് വേണം ഒന്ന് റിലാക്സ് ചെയ്യാൻ. ആദ്യമൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മടുപ്പായിരുന്നു, പക്ഷേ ഞാനും ഇപ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കൺമണി. നമ്മളിവിടെ ഒറ്റയ്ക്കാണല്ലോ, ഇതേപോലൊരു ജീവിതമാണ് നമ്മളും ആഗ്രഹിച്ചത്, നമ്മൾ തമ്മിൽ മാത്രമുള്ളൊരു ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നീ എൻ്റെ കൂടെ എന്നും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയതായിട്ടൊരു റൊമാൻറ്റിക് ആയിട്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേഗം കെൻസാല അവിടെ ബെല്ലടിക്കാട്ടോ ചെയ്യുന്നത്. അയാൾ ബെല്ലടിക്കുന്നു, അയാളുടെ അടുത്തേക്ക് ചെല്ലാനായിരിക്കും, പുതിയ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. പോട്ടെ, എത്രയും പെട്ടെന്ന് പോ സാർ, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. പിന്നെ അലികയിൽ കാണിക്കുന്നു. അങ്ങനെ ശ്രീദേവി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹി ഒന്ന് കൈക്കലാക്കിയാലാണ് കൃഷും കൺമണി എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് അറിയാനുള്ളൂ. അങ്ങനെ മഹിയുടെ അടുത്തേക്ക് വന്നിട്ട് ലഡു കൊടുക്കാട്ടോ ചെയ്യുന്നത്. എന്താ ശ്രീദേവി ലഡു ഒക്കെ ആയിട്ടോ? അല്ല സാർ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും എനിക്കാണോ ആദ്യം തന്നത്? സാറിന് തന്നെയാണ്. ബാക്കി ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ ലഡു ഒന്നും അതിനകത്തില്ലല്ലോ, അത് 2 3 കാണും. അത് എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അത് പണ്ടേ അങ്ങനെയാണ്. എനിക്കിപ്പോൾ സാറിനെ ഇഷ്ടമെന്ന് പറയുന്നു. എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീദേവിനെ ഞാൻ എപ്പോഴും കളിയാക്കിയിട്ടല്ലേ ഉള്ളൂ, അങ്ങനെ പിന്നെ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്നത്. അത് പിന്നെ സാർ, എനിക്കത് കളിയാക്കിയോടുകൂടി തന്നെ സാറിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ അഹങ്കാരം കുറച്ച് കുറഞ്ഞില്ലേ? എന്തായാലും അതെനിക്കൊരു ഉപകാരമായി സാർ എന്ന് പറയുന്നു. നല്ലൊരു ഡിസൈനാണല്ലോ, ഇതാര് വരച്ചതാണ് സാർ എന്ന് പറയുന്നു. ഇത് കൺമണി വരച്ചതാ, പുതിയതായിട്ടൊന്ന് അത് പുതുക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ സാർ എന്ന് പറയും. തീർച്ചയായും. അങ്ങനെ മഹി ഒട്ടൊരുമി നിൽക്കുക കേട്ടോ ചെയ്യുന്ന. ശ്രീദേവി എല്ലാം അറിയാൻ വേണ്ടിയിട്ട് മഹിയെ ഒന്ന് കൈക്കലാക്കാം, പക്ഷെ മഹിക്കുണ്ടോ മനസ്സിലാവുന്നു. മഹി എന്തായാലും അതിനെല്ലാം തന്നെ തടയിടുന്ന ഉറപ്പാട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നുണ്ട്. പ്രൊമോ ആയിട്ട്